പ്പെട്ടപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബികൾ ആ വസ്തുത അംഗീകരിക്കാൻ തയ്യാറായിത്തീരുന്നു. ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളിൽ ഈ മഹൽ വ്യക്തിത്വം കാണിച്ചിരിക്കുന്ന അതുല്യമായ ചരിത്രത്തിന്റെ ഒട്ടനവധി ഏടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അതിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നെ വിളിപ്പിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു സമീപത്തിരിക്കുന്നുണ്ട്. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഉമർ എന്നോട് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു. യമാമ യുദ്ധത്തിൽ ഖുർആൻ മനപ്പാഠമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ആളുകൾ പല സന്ദർഭങ്ങളിലായി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വലിയൊരു പങ്ക് നഷ്ടപ്പെടുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഇതാ ഉമർ എന്റെ സമീപത്ത് വന്നുകൊണ്ട് പറയുന്നു. പക്ഷെ ഞാൻ ഉമറിനോട് പറഞ്ഞു, കൈഫ നഫ്അലു ശൈഅൻ ലൻ യഫ്അലുഹു, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം എങ്ങനെ ഞാൻ ചെയ്യും? അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ അനുമതി നൽകിയിട്ടില്ല, അക്കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, ഹാദാ വല്ലാഹി ഖൈർ, തീർച്ചയായും ഇതൊരു ഉത്തമമായ കാര്യമായിരിക്കും. അതെ, തന്റെ കൂടെ നന്മയിൽ പിന്തുണക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മഹത്തരമായ ദൗത്യം നിറവേറ്റാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് വിശുദ്ധ ഖുർആൻ അതിനെ കാലത്തും നാം സംരക്ഷിക്കുമെന്ന് പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചുവെങ്കിൽ ആ ഖുർആനിന്റെ സംരക്ഷണത്തിന് കാരണമായി തീരുന്ന ക്രോഡീകരണം എന്ന ഏറ്റവും പ്രധാനമായ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായി തീരുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വാക്കുകളിൽ, കൃശാഗ്രനായ മെലിഞ്ഞ ശരീരമുള്ള കുഴിഞ്ഞ കണ്ണുകളുള്ള ഒരു നീണ്ട മനുഷ്യൻ, പക്ഷേ ലോകത്തറിയപ്പെട്ടിരുന്ന ഭരണാധികാരികൾ അദ്ദേഹത്തെ ഭയപ്പെട്ടു. അഷ്ടദിക്കുകളിലുണ്ടായിരുന്ന ധിക്കാരികളായ ജനങ്ങളുടെ മനസ്സുകളിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഭീതി ഉണ്ടായിത്തീർന്നു. ആ ധീരനായ മനുഷ്യൻ ധീരത കാണിച്ച നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾ സക്കാത്ത് നൽകാൻ തയ്യാറായി തീരുകയില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾ, മതത്തിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറായി തീർന്ന ആളുകൾ, ആ ആളുകളോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ വാർത്ത കേട്ട സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, ധീരനായ അമീറുൽ മുഅ്മിനീൻ എങ്ങനെയാണ് അവരോട് യുദ്ധം പ്രഖ്യാപിക്കുക? കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ നമുക്ക് പാടുള്ളതാണോ? ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, വല്ലാഹി ലൗ മനഊനി അഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലജാഹതുഹും അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന് നൽകിയിരുന്ന ഒരു ഒട്ടകത്തിന്റെ മൂക്ക് കയറാണെങ്കിൽ പോലും അത് സക്കാത്തിലേക്ക് നൽകിയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചാൽ ഞാൻ അവരുമായി കൊണ്ട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു സംശയം പ്രകടിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആവർത്തിച്ചുള്ള വാക്ക്, ലഉഖാതിലന്നഹും അലാ മൻഅഹാ, അത് നൽകാൻ തയ്യാറാകില്ല, അത് നിഷേധിക്കുമെങ്കിൽ തീർച്ചയായും ഞാൻ അവരോട് പോരാടുക തന്നെ ചെയ്യും. കാരണം ഇന്ന സക്കാത്ത ഹഖുൽ മാൽ, സമ്പത്തിന്റെ കാര്യത്തിലുള്ള അവകാശമാണ് സക്കാത്ത്. വല്ലാഹ് ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്, നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്നവനുമായി ഞാൻ പോരടിക്കുക തന്നെ ചെയ്യും. ഭീതിജനകമായ മതഭ്രഷ്ട്, അതിന്റെ ഭീഷണി അതിശക്തമായി തീർന്ന ആ സാഹചര്യത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ച സ്ഥൈര്യം, കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്ന സന്ദർഭത്തിൽ അവർക്കെതിരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ സൈനിക നീക്കങ്ങൾ, റോമിലെയും പേർഷ്യയിലെയും കോട്ടക്കൊത്തളങ്ങളെ തന്റെ കുതിരപ്പടയുടെയും കാലാൾപ്പടയുടെയും കുതിരക്കുളമ്പടിയുടെയും കാൽപാദങ്ങളുടെയും അടിയിൽ ആ പ്രാചീന സംസ്കാരത്തിന്റെ വിളഭൂമികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തന്റെ സൈന്യം അധികാരത്തിന്റെ വെന്നിക്കൊടി പാറിച്ച സന്ദർഭത്തിലും അഹങ്കാരം നടിക്കാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരയുന്ന കണ്ണുകളോടുകൂടി പ്രാർത്ഥിച്ച് വിനയാന്വിതമായ മനസ്സോടുകൂടി വിശ്വാസ ദൃഢത മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ധീരനായ വ്യക്തിത്വം, അദ്ദേഹം കാണിച്ച വിനയത്തിന്റെയും അദ്ദേഹം കാണിച്ച ഔദാര്യത്തിന്റെയും മഹത്തരമായ മാതൃകൾ നിരവധിയുണ്ട്. സ്ഥാനാരോഹണം നടന്നതിന്റെ തൊട്ടടുത്ത പ്രഭാതം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തുണിക്കച്ചവടക്കാരനായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രവാചകന്മാർ ഉപജീവന മാർഗത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ തൊഴിലുകളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. ആശാരിപ്പണി ചെയ്തവരുണ്ട്, ആടുകളെ വെച്ച് ജീവിച്ചവരുണ്ട്, കൊല്ലപ്പണി ചെയ്തവരുണ്ട്. സ്വഹാബത്തും അങ്ങനെ തന്നെയായിരുന്നു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന്റെ പിറ്റേന്ന് പ്രഭാതത്തിലതാ ഒരു തുണിക്കട്ടി ചുമലിലേറ്റിക്കൊണ്ട് നടന്നു പോവുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്ന വഴിയിൽ വെച്ചുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അബൂ ഉബൈദത്ത് ബിൻ ജറാഹും ഈ രംഗം കാണുകയാണ്. അവർ ഇരുവരും ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, മുസ്ലിം സമൂഹത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത വ്യക്തിത്വമല്ലേ അങ്ങുന്ന് എങ്ങോട്ടാണ് ഈ പോകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, എന്റെ കുടുംബത്തിന്റെ ആഹാരത്തിന്റെ വക നിങ്ങൾ നൽകുമോ എന്നാണ്. വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായി അധികാരമേറ്റതിന്റെ പിറ്റേന്ന് പ്രഭാതത്തിൽ അതുവരെ ചെയ്തിരുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി തുണിക്കട്ടി ചുമലിലേറ്റിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു ഖലീഫ ഇസ്ലാമിന്റെ ചരിത്രത്തിലല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല. അധികാരത്തിന്റെ കൊട്ടക്കൊത്തളങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടും അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ തന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ഉറച്ച ബോധത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ ആ വിനയത്തെ കുറിച്ചുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സഅദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രകാരം കാണാം, സൈനിക പടയോട്ടത്തിന്റെ സന്ദർഭത്തിൽ ഷാമിലേക്ക് തന്റെ സൈന്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചയക്കുകയാണ്. സയ്യിദ് ഇബ്നു അബൂ സുഫിയാന്റെയും അംർ ഇബ്നുൽ ആസിന്റെയും ഷർജീൽ ഇബ്നു ഹസനയുടെയും നേതൃത്വത്തിൽ ഷാമിലേക്കുള്ള സൈന്യം പുറപ്പെടുന്ന സന്ദർഭം സൈനിക നേതാക്കളൊക്കെ വാഹനപ്പുറത്താണുള്ളത്. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിന്റെ കൂടെ സൈനിക നേതാക്കൾ വാഹനപ്പുറത്താണെങ്കിൽ അമീറുൽ മുഅ്മിനീൻ കാൽനടയായിട്ട് അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് സൈനിക നേതാക്കളുടെ ചോദ്യം, യാ ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ, തംശി വനഹ്നു റുക്ബാൻ, അങ്ങ് നടക്കുകയും ഞങ്ങൾ വാഹനപ്പുറത്തുമോ? ഫഖാൽ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, ഇന്നി അഹ്തസിബു ഖുതായ ഹാദിഹി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ ഈ കാൽപാദത്തിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ തന്റെ സൈന്യത്തിന്റെ കൂടെ നടന്നു നീങ്ങുന്ന ഖലീഫയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിലും അദ്ദേഹം അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അയ്യുഹന്നാസ് ഫഇന്നി ഖദ് ഉലീതു അലൈക്കും, ജനങ്ങളെ, ഞാനിതാ നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളെക്കാൾ ഒരു നിലക്കും ഉത്തമനല്ല. ഫഇൻ അഹ്സൻതു ഫഅഈനൂനി, ഞാൻ നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഞാൻ നന്മ പ്രവർത്തിക്കുന്ന എന്റെ നന്മകളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വഇൻ അസ്അതു ഫഖവ്വിമൂനി, ഞാൻ ഏതെങ്കിലും നിനക്കുള്ള അബദ്ധങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. അസ്ദിഖു അമാന വൽ കദിബു ഖിയാന, സത്യസന്ധത എന്നത് വിശ്വസ്തതയാണ്, കളവ് എന്നുള്ളത് വഞ്ചനയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ദുർബലൻ എന്റെ അടുക്കൽ ഏറ്റവും അതിശക്തനായിരിക്കും, അവന്റെ അവകാശങ്ങൾ ഞാൻ അവന് തിരിച്ചു നൽകും. നിങ്ങളിൽ ഏറ്റവും ബലവാൻ എന്റെ അടുക്കൽ ഏറ്റവും ദുർബലനായി തീരും, അവനിൽ നിന്ന് ഞാൻ അവകാശങ്ങൾ പിടിച്ചു വാങ്ങും. എന്നിട്ട് അദ്ദേഹം മിമ്പറിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റേണ്ടതില്ല. വിനയാന്വിതമായ വാക്കുകൾ. ഒരു വലിയ സമൂഹത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോൽ തന്റെ കയ്യിൽ എത്തപ്പെട്ട സന്ദർഭത്തിൽ ഭയഭക്തിയോടുകൂടി ആ ഇമാറത്ത് എന്ന് പറയുന്നത് തന്റെ മുമ്പിലുള്ള പരീക്ഷണമായി കണ്ടുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായി തീർന്ന മഹാനായ ഖലീഫ, നന്മയുടെ കാര്യത്തിൽ എന്നും മറ്റുള്ളവരെ മുൻകടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വിശ്വാസികളുടെ മുമ്പിൽ പഠിപ്പിച്ചുള്ള ഖുർആനിലെ വചനം ഹൃദയത്തിൽ ഏറ്റിയിരുന്നു അദ്ദേഹം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതി വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു കൊണ്ടുപോകണം. നന്മയിൽ മത്സരിക്കാനുള്ള സന്നദ്ധത. ആ വചനം ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നന്മയുടെ പ്രവർത്തനത്തിൽ കാണിച്ചിരുന്ന അതിശക്തമായ താല്പര്യമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഏറ്റവും തികഞ്ഞവനെന്ന ഉന്നതമായ ഒരു ആത്മബോധം വെച്ചു പുലർത്തുന്നവരാണ് പലപ്പോഴും നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവനാണല്ലോ ഞാൻ, അതുകൊണ്ട് തന്നെ തീർച്ചയായും സ്വർഗം എനിക്ക് ഉറപ്പാണ് എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനം. അൽ ഖയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്.
ആരാണ് ബുദ്ധിയുള്ളവൻ? മനസ്സിന്റെ ഇച്ഛകളെ കീഴ്തുക്കുകയും പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തവനാണ്. ആരാണ് ദുർബലൻ, വിവേകമില്ലാത്തവൻ ആരാണെന്നറിയാമോ? ദേഹത്തിന്റെ ഇച്ഛകളെ പിന്തുടരുക, എന്നിട്ട് അള്ളാഹുൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുക. മനസ്സ് പറയുന്നതിനനുസരിച്ച്